എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രേസർ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനായ ഇറിഗേഷൻ, അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദ എൻറ്റയർ പീരീഡ് ദ ക്രോപ്പ് ഈസ് ഇൻ ദി ഫീൽഡ് ഈസ് നോൺ ആസ്. അതായത് ഒരു ക്രോപ്പിന് അതിന് വളരാൻ വേണ്ട അത്രയും കാലം അതിനാവശ്യമായ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡ്യൂട്ടി, ഓപ്ഷൻ ബി ഡെൽറ്റ, ഓപ്ഷൻ സി ബേസ് പീരീഡ്, ഓപ്ഷൻ ഡി ക്രോപ്പ് പീരീഡ്. അപ്പോൾ ഇതിലേതാണ് ഒരു ക്രോപ്പിൻ്റെ ആ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെ പറയുന്ന പേരെന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. ആ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെ പറയുന്ന പേരാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ എന്നുള്ള ലെറ്റർ കൊണ്ട് തന്നെയാണ് ഡെൽറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ആയതുകൊണ്ട് അത് മീറ്ററിലോ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ് ദി ഇറിഗേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് എ വാട്ടർ. ഇറിഗേറ്റിംഗ് കപ്പാസിറ്റി, അതായത് ഒരു ഏരിയയിൽ എത്രത്തോളം വാട്ടറിന് ഇറിഗേറ്റ് ചെയ്യാനുള്ള ആ കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഏരിയ ഓഫ് ക്രോപ്പ് അത് ഇറിഗേറ്റ് ചെയ്യും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഹെക്ടേഴ്സ് പെർ ക്യൂമെക്ക് എന്നാണ്. ഇത്ര ഹെക്ടർ ഇത്ര ക്യൂമെക്ക് വെള്ളം വേണം, ഈ ഹെക്ടേഴ്സ് പെർ ക്യൂമെക്ക് എന്നാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ക്രോപ്പ് ഇറിഗേറ്റഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് ഡ്യൂറിങ് ദ എൻറ്റയർ പീരീഡ് ഓഫ് ഗ്രോത്ത് ഓഫ് ദാറ്റ് ക്രോപ്പ്. അപ്പോൾ ഏരിയ ഓഫ് ഇറിഗേറ്റഡും അതിന് വേണ്ട വെള്ളത്തിൻ്റെയും ആ ഒരു റിലേഷനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹെക്ടേഴ്സ് പെർ ക്യൂമെക്ക് എന്നുള്ള യൂണിറ്റിലാണ്. ഇനി ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ക്രോപ്പ് സോയിങ് ചെയ്യുന്നത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. അത് ഡേയ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് ഓഫ് സോയിങ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെയുള്ള പീരീഡിനെയാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇനി ബേസ് പീരീഡ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് വാട്ടർ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വാട്ടർ അപ്ലൈ ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് വരെയുള്ള പീരീഡ്, അതിനാണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോപ്പ് പീരീഡിനേക്കാൾ കൂടുതലായിരിക്കും ബേസ് പീരീഡ്. കാരണം ക്രോപ്പ് പീരീഡ് സോയിങ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെയാണ്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് നമ്മൾ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ക്രോപ്പ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വാട്ടർ അപ്ലൈ ചെയ്യുന്ന ആ പീരീഡ് മുതൽ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് വരെയുള്ള ടൈം നമ്മൾ ബേസ് പീരീഡ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ ലെറ്റർ ബി, അതും ഡേയ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന 4 കാര്യങ്ങൾ പറഞ്ഞു. ആ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇറിഗേറ്റഡ് ടു ദി വാട്ടർ അപ്ലൈഡ്, ആ റിലേഷനെയാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിന് ഹെക്ടേഴ്സ് പെർ ക്യൂമിക്കലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബേസ് പീരീഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വാട്ടർ അപ്ലൈ ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് വരെയുള്ള ഡ്യൂറേഷൻ, അതാണ് ബേസ് പീരീഡ്. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിങ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബേസ് പീരീഡും ക്രോപ്പ് പീരീഡും ഡേയ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. ഇതിൽ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റയാണ്, ബി എന്ന് പറയുന്നത് ബേസ് പീരീഡ് ആണ്, ഡി എന്ന് പറയുന്നത് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D എന്ന് പറയുന്നതാണ് റിലേഷൻ. ഇതിലേതെങ്കിലും 2 വാല്യൂസ് തരും. ഒന്നില്ലെങ്കിൽ ബേസ് പീരീഡും ഡെൽറ്റയും തരും, ഡ്യൂട്ടി കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഡ്യൂട്ടിയോ ബേസ് പീരീഡോ തരും, ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറയും. അല്ല അതർവൈസ് വൈസ് വേഴ്സ, എങ്ങനെയെങ്കിലും മാറി മാറി തന്ന് 2 വാല്യൂ തന്ന് മറ്റേത് കണ്ടുപിടിക്കാൻ പറയാം. അതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എമംഗ് ദ ഫോളോയിങ് വിച്ച് ക്രോപ്പ് ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ആ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും ഡെൽറ്റയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വാല്യൂസ് എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഷുഗർ കെയിനാണ് ഏറ്റവും കൂടുതൽ ഡെൽറ്റ എന്ന് പറയുന്നത്, 120. ഷുഗർ കെയിനും റൈസും 120 ആണ് ഡെൽറ്റ, കൂടുതൽ വാട്ടർ വേണം. ടൊബാക്കോന് 75 സെൻറ്റിമീറ്റർ ആണ്. ഗാർഡൻ ഫ്രൂട്ട് 60 സെൻറ്റിമീറ്റർ. കോട്ടൺ 50 സെൻറ്റിമീറ്റർ. കോട്ടണൊക്കെ കുറച്ചും കൂടി വെള്ളം കുറവ് മതി. വെജിറ്റബിൾസ് 45 സെൻറ്റിമീറ്റർ. വീറ്റ്, ബാർലി, മെയ്സ് അതൊക്കെ കുറച്ചും കൂടി വെള്ളം വളരെയധികം കുറവ് ആവശ്യമുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അത് വീറ്റ് 40 സെൻറ്റിമീറ്റർ, ബാർലി 30 സെൻറ്റിമീറ്റർ, മെയ്സ് 25 സെൻറ്റിമീറ്റർ. ഫോഡർ എന്ന് പറഞ്ഞാൽ വൈക്കോല് 22.5 സെൻറ്റിമീറ്റർ.
അപ്പോൾ ഇതിൽ ഏതിനാണ് ഹയസ്റ്റ് വാല്യൂ ഓഫ് ഡെൽറ്റ? ഏറ്റവും കൂടുതൽ വെള്ളം ഏതിനാണ് വേണ്ടതെന്നാണ്. വീറ്റിനൊക്കെ വെള്ളം കുറവ് മതി, വെജിറ്റബിൾസിന് കുറവ് മതി, കോട്ടൺ കുറവ് മതി. ഏറ്റവും കൂടുതൽ ഏതിനാണ്? റൈസിനാണ്. 120 സെൻറ്റിമീറ്റർ ആണ് ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഏത് എന്നാലാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് എ കനാൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏത് യൂണിറ്റിലാണ് ഡ്യൂട്ടി ഓഫ് കനാൽ വാട്ടർ ഈസ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഹെക്ടേഴ്സ് പെർ ക്യൂമെക്ക്. ഹെക്ടർ എന്ന് പറയുന്നത് ഏരിയനെയാണ്, ഏരിയയുടെ യൂണിറ്റ്. ക്യൂമെക്ക് എന്ന് പറയുന്നത് വാട്ടർ അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്. ക്യൂമെക്കിന് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നും പറയും. ക്യൂമെക്ക് തന്നെയാണ് ഈ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഒപ്റ്റിമം ഡെപ്ത് ഓഫ് കോർ വാട്ടറിങ് ഈസ് 19 സെൻറ്റിമീറ്റർ ഫോർ. അപ്പോൾ ഒരു വാല്യൂ ആണ് തന്നിരിക്കുന്നത്. 19 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ആ വാല്യൂ, കോർ വാട്ടറിങ് എന്ന് പറയുന്ന വാല്യൂ 90 സെൻറ്റിമീറ്റർ ഏതിനാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ കോർ വാട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് നമ്മൾ കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ കൂടുതൽ വെള്ളം ആവശ്യം വേണ്ടി വരും ഒരു ചെടി വളരാൻ വേണ്ടിയിട്ട്. അതായത് അതിൻ്റെ വിത്ത് ഇട്ടിട്ട് അത് ഒരു ഫ്യൂ സെൻറ്റിമീറ്റർ വളരാൻ വേണ്ടി കുറേ അധികം വെള്ളം ആവശ്യം വേണ്ടി വരും. പിന്നീട് ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വന്ന് ഒരു ലീസ്റ്റായിട്ട് മാറും. ക്രോപ്പ് മെച്യൂരിറ്റി ആയിട്ട് അറ്റൈൻ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് മുമ്പത്തേക്കാളും വളരെ കുറവ് മതി. അപ്പോൾ ആ ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് നമ്മൾ കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. അതുപോലെ ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന ഡെപ്ത് അപ്ലൈഡിനെയാണ് നമ്മൾ കോർ ഡെപ്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോർ വാട്ടറിങ് നീഡഡ് ആയിട്ടുള്ള ആ പീരീഡിനെ നമ്മൾ കോർ പീരീഡ് എന്നും പറയും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത 3 കാര്യം. കോർ വാട്ടറിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് കോർ വാട്ടറിങ്. ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന ഡെപ്ത് അപ്ലൈഡിനെയാണ് കോർ ഡെപ്ത് എന്ന് പറയുന്നത്. പിന്നെ കോർ വാട്ടറിങ് നീഡഡ് ആയിട്ടുള്ള അത്രയും ടൈമിനെയാണ് കോർ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏതിനാണ് 19 സെൻറ്റിമീറ്റർ വാല്യൂ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതിനാണ് എന്താ പറയുക 90 സെൻറ്റിമീറ്റർ വാല്യൂ വരുന്നത്? ഒപ്റ്റിമം ഡെപ്ത് ഓഫ് കോർ വാട്ടറിങ്. റൈസിനാണ് 90 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. പിന്നെ ഇനി ബാക്കി ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? വീറ്റും ഷുഗർ കെയിനും ആണ് തന്നിരിക്കുന്നത്. വീറ്റിന് വരുന്നത് ഏകദേശം 13.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഷുഗർ കെയിൻ വരുന്നത് 16.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റൈസിൻ്റെ വാല്യൂ ആണ് ഈ 19 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. കോർ വാട്ടറിങ്ങിൻ്റെ വാല്യൂ 90 സെൻറ്റിമീറ്റർ വരുന്നത് റൈസിനാണ്. വീറ്റിന് 19.5 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ഷുഗർ കെയിന് 16.5 സെൻറ്റിമീറ്റർ ആണ്. ഈ വാല്യൂ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ, ഇടയ്ക്ക് മാറി മാറി ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദി ക്രോപ്പ്. ഒരു ക്രോപ്പ് സോയിങ് ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്ന ആ വാട്ടറിങ്ങിനെ പറയുന്ന പേരെന്താണ്? പാലിയോ എന്നാണ് പറയുന്നത്. ക്രോപ്പ് സോയിങ് ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ പാലിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് വാട്ടറിങ്ങിനെ കോർ വാട്ടറിങ് എന്ന് പറയും. ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദ ക്രോപ്പിനെ നമ്മൾ പറയുന്നത് പാലിയോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റാബി ക്രോപ്പ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ക്രോപ്പ് സീസൺസ് അനുസരിച്ച് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റാബി ക്രോപ്സ് അല്ലെങ്കിൽ വിൻ്റർ ക്രോപ്സ്, ഖാരിഫ് ക്രോപ്സ് അല്ലെങ്കിൽ മൺസൂൺ ക്രോപ്സ്, പിന്നെ പെരിനിയൽ ക്രോപ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ പെരിനിയൽ ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയർ വെള്ളം വേണ്ടതിനെയാണ് നമ്മൾ പെരിനിയൽ ക്രോപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഷുഗർ കെയിൻ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഷുഗർ കെയിനും ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഒക്കെ പെരിനിയൽ ക്രോപ്സിൽ വരുന്നതാണ്. ഇനിയുള്ളത് റാബി ക്രോപ്സ് അല്ലെങ്കിൽ വിൻ്റർ ക്രോപ്സ്. അതായത് നമ്മൾ ഒക്ടോബർ, ഓട്ടമൻ ആ സമയത്ത് ഒക്ടോബറിലാണ് അത് സോൺ ചെയ്യുന്നത്, ഹാർവെസ്റ്റ് ചെയ്യുന്നത് മാർച്ചിലാണ്. ഓക്കെ, അപ്പോൾ അതിന് എന്ന് പറയുന്നത് അതിൽ എക്സാമ്പിൾ പറയുന്നത് വീറ്റ്, ബാർലി, പീ, മസ്റ്റാർഡ്, ടൊബാക്കോ, ലിൻസീഡ്, പൊട്ടാറ്റോ, ഗ്രാം, അതൊക്കെയാണ് ഈ റാബി ക്രോപ്പിന് എക്സാമ്പിൾ. വീറ്റ്, ബാർലി, പീസ്, മസ്റ്റാർഡ്, ടൊബാക്കോ, ലിൻസീഡ്, പൊട്ടാറ്റോ. ഓക്കെ, ഇനി ഖാരിഫ് അല്ലെങ്കിൽ മൺസൂൺ ക്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയത്ത് നമ്മളത് സോൺ ചെയ്യും, എന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ, ഓട്ടമൻ ആ മന്തിലാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വെള്ളം വേണമല്ലേ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സാമ്പിൾ റൈസ്, മെയ്സ്, മില്ലറ്റ്, ഗ്രേറ്റ് മില്ലറ്റ്, പൾസസ്, ഗ്രൗണ്ട് നട്ട് അങ്ങനെയുള്ളതിനൊക്കെയാണ് എന്താ പറയുക ഖാരിഫ് ക്രോപ്സ് അല്ലെങ്കിൽ മൺസൂൺ ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ റൈസ്, മെയ്സ്, ഗ്രേറ്റ് മില്ലറ്റ്, പൾസസ്, ഗ്രൗണ്ട് നട്ടൊക്കെ. ഓക്കെ, അപ്പോൾ റാബി ക്രോപ്സ് ഇതിൽ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റാബി ക്രോപ്പ് എന്നാണ്. റാബി ക്രോപ്പ് അല്ലാത്തത് ഏതാണ്? അതായത് ഷുഗർ കെയിൻ ഇതിൽ പെരിനിയൽ ക്രോപ്പാന്ന് പറഞ്ഞു. പിന്നെ പൊട്ടാറ്റോ എന്ന് പറയുന്നത് റാബി ക്രോപ്പാണ്. പിന്നെ ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നതാണ് ഇതിൽ എന്താ പറയുക മറ്റേ മൺസൂൺ ക്രോപ്പ് അല്ലെങ്കിൽ ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത്. വീറ്റ് എന്ന് പറയുന്നത് റാബി ക്രോപ്പാണ്.
ഓക്കെ. അപ്പോൾ ഗ്രൗണ്ട് നട്ടാണ് റൈസിൻ്റെ ഒക്കെ കൂടെ പെടുന്നത്, അതായത് ഖാരിഫ് ക്രോപ്പിൻ്റെ കൂടെ പെടുന്നത് ഗ്രൗണ്ട് നട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് എ മേജർ ഖാരിഫ് ക്രോപ്പ് ഇൻ ഇന്ത്യ? ഇതിൽ എക്സാമ്പിൾ വീറ്റ്, റൈസ്, ബാർലി, സീസം എന്നൊക്കെ എന്താണ്. വീറ്റും ബാർലിയും ഒക്കെ മറ്റേ എന്താ പറയുക റാബി ക്രോപ്പിലാണ് പെടുന്നത്. അപ്പോൾ ഖാരിഫ് ക്രോപ്പിൽ പെടുന്നത് ഏതാ ഉള്ളത്? ഇതിൽ റൈസാണ് ഖാരിഫ് ക്രോപ്പിൽ പെടുന്നത് കേട്ടോ. ഓക്കെ. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം.